ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 19-ാം അധ്യായം 34-ാം വാക്യം. പടയാളികളൊരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഇന്ന് ഈശോയുടെ തിരുഹൃദയ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുന്നു. നമുക്ക് വേണ്ടി കുത്തി തുറക്കപ്പെട്ട തിരുഹൃദയം, നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് ഇത്രയേറെ പീഡ സഹിച്ചു കടന്നുപോയ വ്യക്തിയാണ് ഈശോ, അല്ലെ? ഒത്തിരിയേറെ അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. തൻ്റെ അവസാന തുള്ളി രക്തം വരെ ചിന്തിയാണ് എൻ്റെ ഈശോ എന്നെ സ്നേഹിച്ചത്, എന്നെ രക്ഷിച്ചത്. സ്നേഹമുള്ളവരെ, ഈ തിരുഹൃദയ തിരുനാളില് എൻ്റെ ഈശോ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം: മോനെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ അവസാന തുള്ളി രക്തം വരെ നിനക്ക് വേണ്ടി ചിന്തിയപ്പോഴും നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? എന്ത് മറുപടിയാണ് എനിക്ക് എൻ്റെ ഈശോയോട് കൊടുക്കാനായിട്ടുള്ളത്? ഒരുപക്ഷെ വാക്കുകൊണ്ട് നമ്മൾ പറയാറുണ്ട്, എൻ്റെ ഈശോയെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, ഈശോയാണ് എൻ്റെ ജീവിതത്തില് ഏറ്റവും പ്രധാനപ്പെട്ടത്. പലപ്പോഴും ഇത് വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. ഈശോയ്ക്ക് വേണ്ടി ത്യാഗം സഹിക്കാനായിട്ടോ ഈശോയുടെ സന്നിധിയില് ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാനായിട്ടോ നമുക്ക് സാധിക്കാതെ പോവുക. സ്നേഹിക്കുന്നുണ്ട് എന്ന് വാക്കുകളിലൂടെ പറഞ്ഞാൽ മാത്രം പോരാ, മറിച്ച് എൻ്റെ പ്രവൃത്തിയിലൂടെ ദൈവസ്നേഹം കാണിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, നമുക്ക് ഇന്ന് അത് പറ്റുന്നുണ്ടോ? വാക്കുകളിൽ മാത്രം ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് പലപ്പോഴും ഞാൻ മാറുന്നില്ലേ? ഈശോ ആഗ്രഹിക്കുന്നത് വാക്കുകളിലൂടെയുള്ള ഈ സ്നേഹമല്ല, മറിച്ച് നിന്റെ പ്രവൃത്തിയിലൂടെ നീ ദൈവത്തെ സ്നേഹിക്കേ. അവൻ പറയുന്നത് കേൾക്കാനായിട്ട്, അനുസരിക്കാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ എൻ്റെ ജീവിതത്തില് യഥാർത്ഥത്തില് ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുകയാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമുക്കും ദൈവത്തെ സ്നേഹിക്കാം. വാക്കുകളിലൂടെയല്ല, മറിച്ച് പ്രവൃത്തിയിലൂടെ അവൻ പറയുന്നത് കേട്ട് അവന് പ്രിയപ്പെട്ട മകനായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും പൂർണ്ണമായിട്ട് വെടിയുവാനായിട്ട്, എല്ലാം ത്യജിച്ചുകൊണ്ട് സ്വയം എളിമപ്പെട്ടുകൊണ്ട് ദൈവവചനത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുവാനായിട്ട് ദൈവം ചോദിക്കുമ്പോൾ ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധമായിട്ട് നമുക്ക് പറയാം: ഈശോയെ, ഞാൻ എല്ലാറ്റിനും ഉപരിയായിട്ട് നിന്നെ സ്നേഹിക്കുന്നു. നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് എല്ലാറ്റിനും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിച്ച് യഥാർത്ഥ മകനായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.